ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഉയർപ്പ് തിരുനാളിൻ്റെ മംഗളങ്ങൾ ഏവർക്കും സ്നേഹപൂർവ്വം ഞാൻ ആശംസിക്കുന്നു. തിരുസഭയിലെ ഏറ്റവും വലിയ തിരുനാളാണ് ഉദ്ധാന തിരുനാൾ. ഈശോമിശിഹ തൻ്റെ പീഡാനുഭവ കുരിശുമരണങ്ങളിലൂടെ നേടിയെടുത്ത രക്ഷ, അതിൻ്റെ ഫലം അനുഭവിക്കുന്നത് നമ്മുടെ ഉയർപ്പിലൂടെയാണ്. ഉയർപ്പ് തിരുനാളിൻ്റെ വലിയ സ്വർഗീയ ഒരു അനുഭവം നമുക്ക് സംലഭ്യമാകുന്നത് നമുക്ക് ലഭിക്കുന്ന സമാധാനത്തിലൂടെയാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 27-ാം തിരുവചനത്തിൽ ഇപ്രകാരം നാം വായിക്കുന്നുണ്ട്: ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിട്ട് പോകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു. ലോകം തരുന്നത് പോലെയല്ല അത്. നിങ്ങൾ ഭയപ്പെടുകയും അസ്വസ്ഥരാകുകയും വേണ്ട. ഉയർപ്പ് തിരുനാളിൻ്റെ വലിയ സ്വർഗീയ ആനന്ദത്തിലേക്ക് നമ്മെ നയിക്കുന്നത് ഈ സമാധാനം വഴിയാണ്. ഈശോ തൻ്റെ ജനനവേളയിൽ ലോകത്തിന് പ്രദാനം ചെയ്തതും ഈ സമാധാനം തന്നെയായിരുന്നു. ഇന്ന് ലോകത്തിന് ഏറ്റവും അത്യാവശ്യം, മനുഷ്യമക്കൾക്ക് ഏറ്റവും അത്യാവശ്യം സമാധാനമാണ്. നമുക്കത് വിലയ്ക്ക് വാങ്ങാനോ മറ്റുള്ളവരിൽ നിന്ന് ദാനമായി വാങ്ങാനോ കടമായി വാങ്ങാനോ ഔദാര്യത്തോടെ സ്വീകരിക്കാനോ ഒന്നും നമുക്ക് ആവാത്ത ഒരനുഭവമാണ് ദൈവം തരുന്ന സമാധാനം, സ്വർഗത്തിൻ്റെ സമ്മാനമായ സമാധാനം. ഈശോ പ്രത്യേകമായിട്ട് എടുത്തു പറഞ്ഞില്ലേ, ഉയർപ്പിന് ശേഷമുള്ള ഓരോ ദർശനവേളയിലും ഈശോ പറയുന്നത് നിങ്ങൾക്ക് സമാധാനം എന്നാണ്. എന്നാൽ ആ സമാധാനം മനുഷ്യൻ അനുഭവിക്കുന്നത് പരിശുദ്ധാത്മാവ് നമ്മളിൽ വന്ന് നിറയുമ്പോൾ മാത്രമാണ്. അപ്പസ്തോലന്മാരും ഈശോ ആശംസിച്ച സമാധാനം അനുഭവിക്കുന്നത് പരിശുദ്ധ റൂഹ അവരിൽ വന്ന് നിറഞ്ഞ പന്തക്കുസ്താ ദിനത്തിൽ മാത്രമാണ്. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ഈ ഉയർപ്പ് തിരുനാളിൻ്റെ വലിയൊരു അനുഭവം മനസ്സിൽ പേറി നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ ഒരു കാര്യമാണ് സമാധാനം നിറഞ്ഞവരായി ജീവിച്ച് സമാധാനം കൊടുക്കുന്നവരായി തീരുക എന്നുള്ളതാണ്. വിശുദ്ധ ഫ്രാൻസിസ് അസീസി തൻ്റെ ജീവിതത്തിലൂടെ ലോകത്തിന് നൽകുന്നതും വലിയ സമാധാനത്തിൻ്റെ സന്ദേശമാണ്. എല്ലായിടത്തും അസ്വസ്ഥതകളും ആശങ്കകളും ആകുലതകളും പിരിമുറുക്കങ്ങളും ടെൻഷനും മാത്രമേ ഉള്ളൂ. എന്നാൽ നമുക്ക് വലിയ സമ്മാനമായി തൻ്റെ ഉദ്ധാനത്തിലൂടെ ഈശോ നൽകിയ ഈ സമാധാനം അവിടെ നിന്ന് തന്നെ സ്വീകരിക്കുവാനും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനും നമുക്ക് സാധിക്കട്ടെ. സമാധാനം അനുഭവിക്കുവാനും പകർന്നു കൊടുക്കുവാനും സാധിക്കുന്നത് ക്രിസ്തു രഹസ്യങ്ങളെക്കുറിച്ചുള്ള നിരന്തര ധ്യാനത്തിലൂടെയാണ്. ഈശോ പ്രത്യേകം എടുത്ത് പറയുന്നുണ്ടല്ലോ, യോഹന്നാൻ 14:27 ലോകം തരുന്നത് പോലെയല്ല എൻ്റെ സമാധാനമെന്ന്. അവിടെയാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ലോകത്തിന് തരാനാവാത്തൊരു സമാധാനം തരാൻ വിശുദ്ധ സക്രാരിയിലിരിക്കുന്ന ഈശോയ്ക്ക് കഴിയും. വിശുദ്ധ കുർബാനയിലൂടെ എൻ്റെയും നിൻ്റെയും ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഈശോയ്ക്ക് കഴിയും. തിരുവചനം നാം വായിക്കുന്നതിലൂടെ എൻ്റെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കുന്ന ഈശോയ്ക്ക് കഴിയും. ആ ഒരു സമാധാനം അനുഭവിക്കുവാനും അത് കൂടുതൽ അനുഭവിക്കുവാനുള്ള മാർഗങ്ങൾ അന്വേഷിക്കുവാനും അതില്ലാത്തവരിലേക്ക് പകർന്നു നൽകുവാനും ഈ ഉദ്ധാന തിരുനാൾ നമ്മെ പ്രാപ്തരാക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഈസ്റ്ററിൻ്റെ മംഗളങ്ങൾ ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു.